പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനിയിപ്പം ഹൈഫൈവിൽ ഈ കേന്ദ്ര സർക്കാർ പ്രദർശനാനുമതി നിഷേധിച്ച എല്ലാ സിനിമകളും IFFK-യിൽ പ്രദർശിപ്പിക്കും. സിനിമകൾ പ്രദർശിപ്പിക്കും. അങ്ങനെ സിനിമകൾക്ക് പ്രദർശന അനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടി അനുവദിക്കാനാവില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏകാധിപത്യ വാഴ്ചയുടെ നേർക്കാഴ്ചയാണ് ചലച്ചിത്രമേളയിൽ ഉണ്ടായ സെൻസർഷിപ്പ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിന്റെ പുരോഗമനപരമായ കലാ സാംസ്കാരിക പാരമ്പര്യത്തിന് നേരെയുള്ള ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് എന്ന് മന്ത്രി സജി ചെറിയാനും പറയുകയുണ്ടായി. മേളയുടെ പാരമ്പര്യത്തെയും പുരോഗമന സ്വഭാവത്തെയും തകർക്കുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനത്തെ അംഗീകരിക്കാൻ കഴിയില്ല. കലാവിഷ്കാരങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾക്കെതിരെ നിലപാട് ശക്തമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നമുക്ക് മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ കേൾക്കാം. 29 എഡിഷൻ ഇല്ലാത്ത ഒരു പ്രശ്നമാണ് 30ാം എഡിഷനിൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വളരെ ബോധപൂർവമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആരെയാണ് ഇവർ ഭയപ്പെടുന്നത്? ഇവരാരെയോ ഭയപ്പെടുന്നു. ഇപ്പോൾ പാലസ്തീൻ സിനിമകൾ കാണിക്കാൻ പാടില്ല. പാലസ്തീൻ സിനിമകളെന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമായ ക്ലാസിക്കൽ സിനിമകൾ, ആ സിനിമകൾ കാണിക്കേണ്ടെന്ന് പറയുന്ന കാര്യം രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ഇതെല്ലാം. ഇത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ അങ്ങേയറ്റം ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇനി ആരെങ്കിലും രാജ്യാന്തര മേള കാണാൻ വരുമോ? ഏതെങ്കിലും ആൾ സിനിമാ ടൂറിസത്തിൻ്റെ ഭാഗമായി കേരളത്തിലേക്ക് വരുമോ? അടുത്ത പ്രാവശ്യം മേള നടക്കുമോ? എനിക്ക് ആശങ്കയാണ്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ അതാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. മീര മനോഹരൻ തത്സമയം നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. മീര, IFFK പുരസ്കാരം അടക്കം ലഭിച്ച ചിത്രം ഉൾപ്പെടെ 19 ചിത്രങ്ങളുടെ അനുമതിയിലായിരുന്നു ഈ അനിശ്ചിതത്വം നിലനിന്നിരുന്നത്. കൊൽക്കത്ത മേളയിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് മമത സ്വീകരിച്ച ഒരു നിലപാട്, അതേ നിലപാടിലേക്ക് ഇതേ കേരളവും എത്തിയിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ് മീര? തീർച്ചയായും ചെയ്തു. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഈ സിനിമാ രംഗത്തെ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള പ്രമുഖർ പ്രതികരിക്കുമ്പോൾ പറഞ്ഞായിരുന്നു കൊൽക്കത്തയിൽ മമത സ്വീകരിച്ച അതേ നിലപാട് കേരളത്തിലെ മുഖ്യമന്ത്രിയും സ്വീകരിക്കണമെന്നുള്ളത്. എന്തായാലും അത് ഇന്നത്തോടുകൂടി ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തന്നെ നമുക്കത് വ്യക്തമായിരിക്കുന്നു. കേരള സർക്കാരും മുഖ്യമന്ത്രിയും അങ്ങനെ ഒരു നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. 19 സിനിമകൾക്കാണ് കേന്ദ്ര സർക്കാർ കടും വെട്ടിട്ടത്. അതിൽ 19 ചിത്രങ്ങളും ഈ 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ആ വിവരം ഉൾപ്പെടെ അക്കാദമിക്ക് ഉൾപ്പെടെ നൽകി കഴിഞ്ഞു. ഈ 19 ചിത്രങ്ങളും റീഷെഡ്യൂൾ ചെയ്തുകൊണ്ട് പ്രദർശിപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് നൽകിയിരിക്കുകയാണ്. നേരത്തെ ഉൾപ്പെടെ അക്കാദമിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ മാധ്യമങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു പ്രതികരണം. പ്രദർശനാനുമതി നിഷേധിച്ച സംഭവം അനുവദിക്കാൻ സാധിക്കില്ല. ഏകാധിപത്യത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഈ ചലച്ചിത്രമേളയിലെ സെൻസർഷിപ്പ്. അതോടൊപ്പം തന്നെ എല്ലാ ചിത്രങ്ങളും പ്രദർശിപ്പിക്കുമെന്നുള്ള ഉറപ്പും കൂടി മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ സൂചിപ്പിച്ചു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ 19 സിനിമകൾക്കായിരുന്നു ഈ കടുംവെട്ട് ഉണ്ടായിരുന്നത്. അതിൽ 4 സിനിമകൾക്ക് രാവിലെ തന്നെ ഒരു പ്രദർശന അനുമതി നൽകി. അതിൽ 2 സിനിമകൾ, ബീഫ് ഉൾപ്പെടെയുള്ള 2 സിനിമകൾ ഇന്ന് തന്നെ IFFK-യുടെ വേദിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിവാദം കത്തി നിൽക്കുകയാണ്. കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അടൂർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. സജി ചെറിയാനാണെങ്കിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ഇനി ഇത്തരത്തിലൊരു കലാമേള നടക്കുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ആശങ്ക പോലും പങ്കുവെക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും നിലവിൽ ഈ 19 പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പൊ IFFK-യുടെ ചരിത്രത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ IFFK കണ്ടു തുടങ്ങിയിട്ട് കുറേ അധികം കാലമായില്ലേ. അപ്പം അതിനൊക്കെ ഇടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവവും ഈ ഒരു ഇടപെടൽ വരുന്നതും ഈ ലിസ്റ്റ് ചെയ്ത സിനിമകൾ ഇത്ര എണ്ണം പ്രദർശിപ്പിക്കേണ്ടെന്നൊരു നിർദ്ദേശമൊക്കെ വരുന്നതും ആദ്യത്തെ സംഭവമാണ് തോന്നുന്നത്. എന്താണെങ്കിലും കേരളം ഒരു ശക്തമായ നിലപാട് ഈ ബംഗാളിന് സമീപമായിട്ടൊക്കെ ഇവിടെ സമാനമായ രീതിയിൽ ഇവിടെയും എടുത്തിട്ടുണ്ട്. ചിത്രങ്ങളൊക്കെയും പ്രദർശിപ്പിക്കുകയും ചെയ്തു.